നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ എന്നും വിവാദങ്ങളുടെ തോഴനായിട്ട് അറിയപ്പെടുന്ന ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ സമാനതകളില്ലാത്ത പുതിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പത്തനാപുരം വാളകത്തെ കുടുംബ വീട്ടിൽ അരങ്ങേറിയ നാടകീയമായ സംഭവങ്ങൾ കേവലം ഒരു കുടുംബകലഹം എന്നതിലുപരിയായി ഗൗരവകരമായിട്ടുള്ള ഭരണഘടനാ പ്രശ്നങ്ങളിലേക്കും സുരക്ഷാ വീഴ്ചകളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. മന്ത്രിയുടെ കിടപ്പുമുറിയിൽ അപരിചിതയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടെത്തുകയും തുടർന്ന് മന്ത്രിയുടെ ഭാര്യയും പേഴ്സണൽ സ്റ്റാഫും തമ്മിൽ ഉണ്ടായ വാക്കേറ്റവും സംഘർഷവുമാണ് വിവാദത്തിൻ്റെ അടിസ്ഥാനം. സംഭവത്തിന് സാക്ഷിയായ മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ സ്ത്രീയുടെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചതോടെയാണ് രംഗം വഷളായത്. ഇത് തടയാൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവർ ശാന്തനും ശ്രമിച്ചതായിട്ടും മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാനായിട്ട് നോക്കിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മന്ത്രിയുടെ ഭാര്യ തന്നെ പോലീസിൻ്റെ അത്യാഹിത നമ്പറായിട്ടുള്ള 112 വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ സംഭവത്തിൽ ഏറ്റവും ഗൗരവകരമായി ഉയരുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗമാണ്. ഒരു മന്ത്രിയുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് വേതനം പറ്റുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഔദ്യോഗിക വാഹനം ഓടിക്കുന്ന ഡ്രൈവറും കൂട്ടുനിന്നുവെന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ജനസേവനത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടവർ അനാശാസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മറപിടിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചുവെന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഈ ജീവനക്കാർ പിൽക്കാലത്ത് സർക്കാർ പെൻഷൻ കൂടി പറ്റുന്നവരാണെന്നിരിക്കെ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പൊതുജനങ്ങളുടെ നികുതി പണം നൽകേണ്ടതുണ്ടോ എന്ന ധാർമ്മിക ചോദ്യവും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. പോലീസിനെ വിളിച്ചിട്ടും ആ സ്ത്രീയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ സ്റ്റാഫിന് കഴിഞ്ഞുവെന്നത് പോലീസിൻ്റെ വീഴ്ചയായിട്ട് വിലയിരുത്തപ്പെടുന്നു. മന്ത്രിയുടെ ഈ പ്രവർത്തികൾ ഒരു തനിയാവർത്തനമായാണ് കേരളം ഇപ്പോൾ കാണുന്നത്. 2013 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും സമാനമായ ഒരു വിവാദം മന്ത്രിയെ വേട്ടയാടിയിരുന്നു. അന്ന് മന്ത്രിയുടെ ആദ്യ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിക്കുകയും അത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് ഗണേഷ് കുമാറിനെ മന്ത്രിമന്ദിരത്തിൽ വെച്ച് മർദ്ദിച്ചതായിട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ സംഭവത്തെ തുടർന്ന് ഏപ്രിൽ 7 ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അന്നുണ്ടായ സോളാർ കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കേറ്റ രാഷ്ട്രീയ ക്ഷതങ്ങളും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഇത്തരം വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകളിൽ നിന്നാണ് ആരംഭിച്ചത് എന്നത് ചരിത്രമാണ്. ഇപ്പോൾ വീണ്ടും 12 വർഷങ്ങൾക്ക് ശേഷം അതേ ശൈലിയിലുള്ള വിവാദങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. തൻ്റെ സ്വകാര്യതയെക്കുറിച്ചുള്ള മന്ത്രിയുടെ വിവാദ പ്രസ്താവനകളും ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ്. തൻ്റെ ജീവിതം തൻ്റെ മാത്രം കാര്യമാണെന്നും തനിക്ക് 5000-ലധികം പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് ആരുടെയും വിഷയമല്ലെന്നുമാണ് മന്ത്രിയുടെ നിലപാട്. നെഹ്റു, രാജീവ് ഗാന്ധി, വാജ്പേയി തുടങ്ങിയ മഹാന്മാരുടെ പേരുകൾ തൻ്റെ ഇത്തരം പ്രവർത്തികളെ ന്യായീകരിക്കാൻ മന്ത്രി ഉപയോഗിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രണയവും അതോടൊപ്പം തന്നെ അവിഹിത ബന്ധങ്ങളുമൊക്കെ തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാത്ത രീതിയിലുള്ള മന്ത്രിയുടെ പ്രതികരണങ്ങൾ ഒരു പൊതുപ്രവർത്തകനെ ചേർന്നതല്ലെന്ന് വിമർശകർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ സ്വകാര്യ ജീവിതത്തിലും പുലർത്തേണ്ട മാന്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ അവകാശമുണ്ടോ എന്ന നിയമപ്രശ്നം ഇവിടെ പ്രസക്തമാണ്. വാളകത്തെ വീട്ടിൽ നിന്ന് പേഴ്സണൽ സ്റ്റാഫ് കടത്തിക്കൊണ്ടുപോയ ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണ് എന്നതും അവരാരാണ് എന്നതും അറിയേണ്ട വസ്തുതയാണ്. ആ സ്ത്രീ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന കാര്യത്തിൽ ഇൻ്റലിജൻസും പോലീസും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒരു മന്ത്രിയുടെ വസതിയിൽ ഇത്തരത്തിൽ അജ്ഞാതരായിട്ടുള്ള വ്യക്തികൾ വരികയും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പും ഗവർണറും ഗൗരവമായി കാണേണ്ട പ്രധാന വിഷയമാണ്. ഭരണതലവനായിട്ടുള്ള ഗവർണറുടെ കീഴിലുള്ള ഒരു മന്ത്രി വഴിവിട്ട് സഞ്ചരിക്കുന്നുവെന്ന ആരോപണം ഉയരുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നിശബ്ദത പാലിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. KPCC പ്രസിഡന്റിനെതിരെയോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ഒരു പരാതി ലഭിച്ചാൽ ഉടൻ നടപടിയെടുക്കുന്ന പോലീസ് ഒരു മന്ത്രിക്ക് നേരെ ഉയർന്ന ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത് നീതിയുക്തമല്ല. ഭാര്യയുമായിട്ട് ഒത്തുതീർപ്പിലായി എന്നതുകൊണ്ട് മാത്രം ഈ വിഷയം അവസാനിക്കുന്നില്ല. മന്ത്രി എന്ന പദവി വ്യക്തിപരമായ ഒന്നല്ല, മറിച്ച് അത് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുകളും അധാർമികമായിട്ടുള്ള ജീവിത രീതികളും ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല. കഴിഞ്ഞ 25 വർഷമായി തന്നെ വിജയിപ്പിക്കുന്ന പത്തനാപുരത്തെ ജനങ്ങളെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് തൻ്റെ ഭൂരിപക്ഷം കൂടുന്നുവെന്ന മന്ത്രിയുടെ പരിഹാസം. എന്നാൽ 112 എന്ന ഔദ്യോഗിക നമ്പറിൽ വിളിച്ചു വരുത്തിയ പോലീസ് റെക്കോർഡുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് കേവലം ഒരു കുടുംബ പ്രശ്നമായിട്ട് ഒതുക്കി തീർക്കാനായിട്ട് സർക്കാരിന് സാധിക്കില്ല. ഒരു സ്ത്രീ അനാവശ്യമായിട്ട് കിടപ്പുമുറിയിലേക്ക് ആനയിച്ച് കൊണ്ടുപോയ പേഴ്സണൽ സ്റ്റാഫിനെതിരെ കേസെടുക്കാൻ പോലീസ് ഇവിടെ തയ്യാറാകണം. സംസ്ഥാനത്തെ PWD റെസ്റ്റ് ഹൗസുകളിലോ സർക്കാർ വസതികളിലോ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേദിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾ സന്മാർഗികമായിട്ടുള്ള ജീവിത രീതിയാണ് പിന്തുടരേണ്ടത്. മന്ത്രിയുടെ പ്രവർത്തികൾ പൊതുജന മധ്യത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാക്കുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 2013 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നേരിട്ട അതേ പ്രതിസന്ധി ഇപ്പോൾ പിണറായി വിജയനും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ധാർമ്മികതയ്ക്ക് വില നൽകുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തയ്യാറാകണം. നിലവിൽ KC സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൽകിയ പരാതി അടക്കമുള്ള നിയമ നടപടികൾ ഈ കേസിലുണ്ട്.
കുടുംബങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയാലും ഭരണഘടനാ ലംഘനവും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതുമൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ബിന്ദു മേനോൻ നൽകിയ 112 വിളിക്ക് കൃത്യമായ മറുപടി സർക്കാർ നൽകണം. തൻ്റെ ഭാര്യയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള മന്ത്രിയുടെ ശ്രമം പ്രതിഷേധാർഹമാണ്. ഒരു മന്ത്രിയുടെ വസതിയിൽ മറ്റൊരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ വന്നതും അവരെ സംരക്ഷിക്കാൻ സർക്കാർ ജീവനക്കാർ കൂട്ടുനിന്നതും ഒക്കെ തന്നെ ഗൗരവമായിട്ടുള്ള ക്രമസമാധാന പ്രശ്നമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ അടിയന്തരമായിട്ട് ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള പോലീസ് അന്വേഷണമോ വേണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്.